Okay Google, turn on gate lights. Turning on gate lights. See, കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റ് ഓൺ ആയി ഗേറ്റിന്റെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസ്കവറി ക്രോണിക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വോയിസ് കൺട്രോൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു റിമോട്ട് സംവിധാനമാണ്. നിങ്ങളിൽ പലരും ആമസോൺ അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് വീട്ടുപകരണങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു റിമോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഡിവൈസുകളെ IoT ഡിവൈസുകൾ എന്നാണ് വിളിക്കുന്നത്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതിന്റെ ചുരുക്കപ്പേരാണ് IoT. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ ആകെ രണ്ട് കമ്പോണൻസ് നമുക്ക് ആവശ്യമുള്ളൂ. ആകെ 450 രൂപ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അധികം സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നോഡ് MCU എന്ന മൈക്രോ കൺട്രോളറിനെ കുറിച്ചും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബ്ലിങ്ക് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഇതിലേക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നുമാണ് നമ്മൾ കാണിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗൂഗിൾ അസിസ്റ്റന്റ് എന്നുള്ള കമാൻഡ്സ് ഡയറക്റ്റ്ലി നമുക്ക് ബ്ലിങ്കിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ IFTTT എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്നുള്ള എൻ്റെ ഷോർട്ട് ഫോമാണ് IFTTT. അപ്പോൾ ഇതുവഴി ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നോഡ് MCയിൽ എത്തുകയും അവിടെ നോഡ് MCയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഹോം അപ്ലയൻസസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ആകെ കൂടെ 2 ഹാർഡ്വെയർ കമ്പോണൻസ് വരുന്നുള്ളൂ. അതിലൊന്നെന്ന് പറയുന്നത് നോഡ് MCU ആണ്. ഇത് അർഡിനോ ഒക്കെ പോലെ തന്നെയുള്ള ഒരു മൈക്രോ കൺട്രോളർ യൂണിറ്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു റിലേ മൊഡ്യൂളാണ്. നോഡ് MCU എന്നുള്ള സിഗ്നൽ ഉപയോഗിച്ച് നമ്മുടെ ഹോം അപ്ലയൻസസ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുമാണ് ഈ റിലേ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ നോഡ് MCയിൽ ഒരു വൈഫൈ മൊഡ്യൂൾ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ ഈ വൈഫൈ സിഗ്നൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് ആക്സസ് നേടുന്നത്. ഇനി നമുക്ക് ആ കൂടെ ആവശ്യമുള്ളത് ഈ നോഡ് MCയിലേക്ക് പവർ സപ്ലൈ ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ചാർജറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്. ഇനി ഈ 2 കമ്പോണൻസ് നമുക്ക് പരസ്പരം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ ബേസിക് കണക്ഷനാണ് ഉള്ളത്. ആ കൂടെ 3 ലീഡാണുള്ളത്. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, അതുപോലെ തന്നെ ഒരു സിഗ്നൽ കണക്ഷൻ. അത്രയേ ഉള്ളൂ. ഇതിൽ ബ്ലാക്ക് വയർ നെഗറ്റീവും റെഡ് വയർ പോസിറ്റീവും അതുപോലെ വൈറ്റ് വയർ സിഗ്നലുമാണ്. നമ്മുടെ റിലേ മൊഡ്യൂൾ 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ നോഡ് MCയിൽ നിന്നുള്ള ഔട്ട്പുട്ട് 3.3 വോൾട്ടാണ്. അപ്പോൾ ഈ USBയിൽ നിന്നുള്ള 5 വോൾട്ട് ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി സോൾഡർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ കാണുന്നത് ഈ നോഡ് MCയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെഗുലേറ്റർ IC ആണ്. അതായത് USBയിൽ നിന്ന് വരുന്ന 5 വോൾട്ട് ഇവിടെ വെച്ച് 3.3 വോൾട്ട് ആക്കുകയാണ്. അപ്പോൾ ആ 3.3 ആക്കുന്നതിന് മുമ്പ് USBയിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് 5 വോൾട്ടാണ് ഞാൻ ഈ റെഡ് വയർ ഉപയോഗിച്ച് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ D0 എന്ന് പറയുന്ന പിന്നാണ് നമ്മൾ സിഗ്നൽ വയറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 3 വയേഴ്സ് നമ്മൾ റിലേ മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ 3 കണക്ഷൻസ് കാണാം. ഇതിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ ഹാർഡ്വെയർ കണക്ഷൻസ്. ഈ 2 കമ്പോണൻസും കൂടി ഏകദേശം 450 രൂപയെ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ നോഡ് MCയിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ സപ്ലൈയുമായി. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ നോഡ് MCU പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിംഗ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഈ നോഡ് MCയിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാർജറിൻ്റെ USB കേബിൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോഡ് MCU നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ ബ്ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം BLYNK എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. ഞാനിവിടെ ഹോം കൺട്രോൾ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഡിവൈസ് സെലക്ട് ചെയ്യുമ്പോൾ നോഡ് MCU സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് ഒരു ഓതറൈസേഷൻ കീ സെൻഡ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കാണുന്ന സ്ക്രീനിൽ മുകൾ ഭാഗത്ത് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒത്തിരി ഓപ്ഷൻസ് കിട്ടും. ഇതിൽ ബട്ടനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബട്ടനാണ് തിരഞ്ഞെടുക്കുന്നത്.
ഇനി ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതായത് നമ്മുടെ നോഡ് MCUവിൻ്റെ ഏത് പിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ D0 എന്ന് പറഞ്ഞ പിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സ്വിച്ച് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് അടിക്കാം. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് ഓതറൈസേഷൻ കീ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓതറൈസേഷൻ കീ നമ്മൾ നോഡ് MCU പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി നോഡ് MCU പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യാണ്, സമയം കൂടും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇനി ഓണാക്കി നോക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ മൊബൈലിൽ ബ്ലിങ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഇതിനിടയിൽ പറയാൻ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ നോഡ് MCU ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നത് വീട്ടിലെ വൈഫൈ കണക്ഷൻ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നത് മൊബൈൽ ഡാറ്റ വഴിയുമാണ്. അപ്പോൾ ബ്ലിങ്ക് ആപ്ലിക്കേഷനിൽ അപ്രൈറ്റ് കോർണറിൽ കാണുന്ന ഈ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യണതിനനുസരിച്ച് നമ്മുടെ റിലേ ഓൺ ആവും ഓഫ് ആവും ചെയ്യും. അതാണ് നമ്മുടെ പ്രോഗ്രാം. ഇപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ്. അപ്പോൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പം നമ്മുടെ ഫോണിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ റിലേ ഓൺ ആവണമെന്നും ഓഫ് ആവണമെന്നും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ സംഭവം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു സംവിധാനം കുറച്ചും കൂടി സ്മാർട്ടാക്കാം. അതായത് വോയിസ് കൺട്രോൾ ഉപയോഗിച്ച് ഈ ഒരു സംവിധാനം എങ്ങനെ വർക്ക് ചെയ്യിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായി പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം IFTTT എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ഈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആക്കിയതിന് ശേഷം ലോഗിൻ ചെയ്താൽ ഇങ്ങനെയൊരു സ്ക്രീൻ വരും. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഇഫ് ദിസ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അവിടെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേ എ സിമ്പിൾ ഫ്രേസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫ്രേസ് കൂടെ അടിച്ചു കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ടേൺ ഓൺ ഗേറ്റ് ലൈറ്റ്സ് എന്നുള്ളതാണ് എൻ്റെ ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതങ്ങനെ ടൈപ്പ് ചെയ്യാണ് ഇവിടെ. നമുക്ക് മറ്റു ഫ്രേസുകളും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ലൈക്ക് സ്വിച്ച് ഓൺ ഗേറ്റ് ലൈറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. അതിനുശേഷം വാട്ട് ഡു യു വാണ്ട് അസിസ്റ്റൻറ്റ് ടു റിപ്ലൈ എന്നുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ കൊടുക്കുന്നത് ടേണിംഗ് ഓൺ ഗേറ്റ് ലൈറ്റ്സ് എന്നാണ്. അതായത് നമ്മൾ ടേൺ ഓൺ ഗേറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് റിപ്ലൈ ഇട്ട് ടേണിംഗ് ഓൺ ഗേറ്റ് ലൈറ്റ്സ് എന്ന് റിപ്ലൈ തരും. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി ദെൻ ദാറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ വെബ് ഹുക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ബ്ലിങ്കിലേക്ക് കമാൻഡ് അയക്കാൻ പോകുന്നത്. വെബ് ഹുക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മേക്ക് എ വെബ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണും. അതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം URL എന്നുള്ള ഫീൽഡിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ http://188.166.206.43 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതായത് ബ്ലിങ്ക് സെർവറിൻ്റെ IP അഡ്രസ്സാണിത്. അതിനുശേഷം നമുക്ക് മെയിലിൽ കിട്ടിയ ഓതൻറ്റിക്കേഷൻ കീ ഇവിടെ എൻ്റർ ചെയ്യണം. /update/പിൻ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിൻ നമ്പർ ഇവിടെ നമ്മൾ D0 എന്നുള്ള പിന്നിലാണ് നമ്മൾ സിഗ്നൽ കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ D0 എന്നുള്ളത് പിൻ മാപ്പിങ്ങിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള പേരാണ്. ആക്ച്വലി ആ പിന്നിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് 16 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ പിൻ നമ്പർ D16 എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്ക്രീനിൽ കാണുന്നത് പോലെ ബാക്കിയുള്ള ഫീൽഡെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്ത സ്ക്രീനിലും കണ്ടിന്യൂ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു കമാൻഡ് സേവ് ചെയ്യുക. ഇനി വീട്ടിലെ ഗേറ്റ് ലൈറ്റിൽ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കാറിലാണ്. നമ്മൾ ഉണ്ടാക്കിയ ഡിവൈസ് നമ്മൾ റിയൽ ലൈഫ് ടെസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഡിവൈസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് എൻ്റെ ഗേറ്റ് ലൈറ്റ്സിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വോയിസ് കമാൻഡ് അനുസരിച്ച് നമുക്ക് ഗേറ്റ് ലൈറ്റ്സ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെനാറിയോ, അതായത് ഇപ്പോൾ രാത്രിയാണ്, അപ്പം ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. അപ്പം ഞാൻ രാത്രി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ മുകളിൽ, അതായത് എൻ്റെ മതിലിന് മുകളിൽ 2 ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്കത് വോയിസ് കമാൻഡിലൂടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫോൺ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഓൺ ആക്കിയതിന് ശേഷം ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ഗേറ്റ് ലൈറ്റ്സ്. Turning on gate lights. See,
കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റ് ഓൺ ആയി ഗേറ്റിന്റെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സുഖമായിട്ട് വീട്ടിലേക്ക് കയറാനുള്ള വഴി കാണാനായിട്ട് ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇനി ഓൺ ആയിരിക്കുന്ന ഈ ഗേറ്റ് ലൈറ്റ്സ് ഓഫ് ചെയ്യുന്ന കൂടി നമുക്ക് കാണിക്കാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് ഗേറ്റ് ലൈറ്റ്സ്. അപ്പൊ ഇവിടെയാണ് കേട്ടോ ഗേറ്റ് ലൈറ്റ്സ് ഉള്ളത്. Turning off gate lights. സി, ഓഫായി ഗേറ്റ് ലൈറ്റ്സ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് AC ഓൺ ആക്കി ഇടണമെങ്കിൽ ഈ ഒരു ഡിവൈസ് നമ്മൾ AC ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് AC നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ഓൺ ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ ഡിവൈസ് നമ്മൾ എന്ത് ഉപകരണമായിട്ട് ഘടിപ്പിക്കുന്നോ ആ ഉപകരണം നമുക്ക് ഓൺ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.